ഹായ് വെൽക്കം ടു ബിൻ സ്ക്വാഡ്. നമ്മളിവിടെ ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നന്നായി മിക്സ് ചെയ്യുക. ഒരു തിക്ക് ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കോളിഫ്ലവറാണിത്. അത് നമ്മൾ 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതായിരുന്നു ഇത് ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് മാറ്റാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ചൂടായി അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു കളറായാൽ മതി, ഇതിലും കൂടുതലായിട്ട് മുരിഞ്ഞു പോകരുത്. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി മാറ്റി വെച്ചിട്ട് ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള നമ്മൾ ചെറുതായി അരിഞ്ഞതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, നീളത്തിലല്ല. ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സവാളയും 4 പച്ചമുളകും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം.
വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി നല്ലോണം ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറവ് മതി എന്നുള്ളവർ വെള്ളത്തിൻ്റെ അളവ് കുറക്കുക. ഈ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഗ്രേവിക്ക് നന്നായിട്ട് തിക്നെസ് വരും. നിങ്ങൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കോൺഫ്ലോർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കളർ. കുറച്ച് സമയം തിളക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഗ്രേവി നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സവാള കട്ട് ചെയ്ത് വെച്ച്, വലുതായി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. സ്ക്വയർ ഷേപ്പ് പോലെയാണ്, വലുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം, വലിയൊരു ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.